ഏവർക്കും നമസ്കാരം. വെൽക്കം ടു വിവിധി കാർഡ്, ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇ-കൊമേഴ്സ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരോ അതിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കും. എന്നാൽ അതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി വിവിധി കാർഡ് എല്ലാവർക്കും ഒരു ബിസിനസ് അവസരം മുന്നോട്ട് വെക്കുന്നു. നമ്മളെല്ലാവരും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഇത് ഒരാളോട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ വിവിധി കാർഡ് എന്ന കമ്പനി അവരുടെ കമ്പനിയുടെ ഏതൊരു പ്രൊഡക്റ്റ് മറ്റൊരു കസ്റ്റമർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ റെഫർ ചെയ്യുന്ന സമയത്ത് അവരിലേക്ക് ഒരു വലിയ വരുമാനം നേടാനുള്ള ഒരു അവസരം ലഭിക്കുന്നു. കമ്പനിയുടെ വിഷനും മിഷനും നിങ്ങൾക്ക് കാണാം. ഏതൊരു വ്യക്തിക്കും സിമ്പിളായി ചെയ്യാവുന്ന ഒരു ബിസിനസ് രീതിയാണ് കമ്പനി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ ഇവിടെ കമ്പനി അവസരമൊരുക്കുന്നു. കമ്പനിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും അതിനോടനുബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ ഓരോരുത്തരും പല മേഖലയിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കണം. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ 4ആയി വേർതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമതായി എംപ്ലോയീസ് കാറ്റഗറിയാണ്. നമ്മൾ ഡെയിലി വേജസ്, അതായത് ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവാം. അതുപോലെ മാസ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുണ്ടാവാം. നമ്മളിൽ ഏറെ ആളുകളും ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്തതായി സെൽഫ് എംപ്ലോയ്ഡ്, അതായത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകൾ. എക്സാമ്പിൾ, ഒരു ഡോക്ടർ ക്ലിനിക്ക് ഓപ്പൺ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ ആ ഒരു സംരംഭം മുന്നോട്ട് പോകില്ല. ഇതിനെ നമുക്ക് സെൽഫ് എംപ്ലോയീസ് എന്ന് പറയാം. അടുത്ത കാറ്റഗറി ബിസിനസ് ഓണേഴ്സ്. ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കിക്കൊണ്ട് ഒരു സംരംഭം തുടങ്ങുക, അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകളെ നമുക്ക് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയാം. അടുത്ത കാറ്റഗറി ഇൻവെസ്റ്റേഴ്സ്. പാരമ്പര്യമായിട്ട് സ്വത്തുക്കളുള്ള ആളുകൾ അഥവാ ധനമുള്ള ആളുകൾ മറ്റുള്ള ബിസിനസ്സിൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വരുമാനം നേടുന്ന ആളുകളാണ്. ഇവർ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുകയില്ല. ഇവർ കോടികളായിരിക്കും മറ്റുള്ള ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നത്. എന്നാൽ ലോകത്തിലെ ജനസംഖ്യ എടുക്കുന്ന സമയത്ത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം പേരും. അതായത് 95% വരുന്ന ആളുകളും ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ജനസംഖ്യയുടെ 5% മാത്രം വരുന്ന വ്യക്തികളാണ്. എന്നിരിക്കട്ടെ, എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ സമ്പത്തിൻ്റെ ആ ഒരു ഘടന എടുത്തു നോക്കുമ്പോൾ വെറും 5% മാത്രമാണ് അവരുടെ കയ്യിൽ. എന്നാൽ ബാക്കി വരുന്ന 95% വരുന്നത് ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിലേക്കുള്ള ആളുകളുടെ കയ്യിലാണ്. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഒരു ബിസിനസ്സുകാരനോ ഇൻവെസ്റ്റേഴ്സോ ആകണമെങ്കിൽ അവിടെ ലക്ഷങ്ങളും കോടികളും നിർബന്ധമായും അവർ ഉണ്ടാക്കേണ്ടതാണ്. എന്നാൽ നമ്മുടെ കമ്പനി വിവിധി കാർഡ് കേവലം ഒരു ദിവസത്തെ നമ്മുടെ വേതനം മാറ്റി വെച്ചുകൊണ്ട് ഒരു ബിസിനസ്സുകാരനാവാനുള്ള പ്ലാനാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനു മുന്നോടിയായി എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ്? നമ്മുടെ കമ്പനി ഇ-കൊമേഴ്സ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റം, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് രീതി കൊണ്ടുവന്നിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു മേഖലയിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. നല്ലൊരു ഏണിങ്സ് ഇതിലൂടെ ഉണ്ടാക്കാം. മിനിമം സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, അതായത് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ നേരത്തെ പറയുന്ന പോലെ വെറും 999 രൂപ മുതൽ മുടക്കി നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ബോസുകളില്ല, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിംഗ് അതോറിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ബോസ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ടൈം കാര്യങ്ങളോ ഒന്നുമില്ല. അവനവന് വേണ്ട രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാം. എങ്ങനെയാണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഒരു മാനുഫാക്ചർ ഉണ്ടാവും. ആ മാനുഫാക്ചറിൽ നിന്നും നമ്മുടെ കമ്പനി വിവിധിക്കാൻ ആ പ്രൊഡക്ട്സുകൾ സ്വീകരിക്കുന്നു. കമ്പനിയിൽ നിന്നും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് കിട്ടുന്നതോടൊപ്പം അവർക്ക് കമ്പനി ഫ്രീ ആയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ നൽകുന്നു. ആ ഡിസ്ട്രിബ്യൂഷനിലൂടെ അവർക്ക് കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ഏതൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ അവർക്കൊരു വരുമാനം. അവർ റെഫർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും വീണ്ടും കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് മാറുകയും അതിൽ നിന്നും വലിയൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നു. എന്നാൽ മറ്റുള്ള മേഖല അഥവാ TLM രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ പല രീതിയിലുള്ള ബിസിനസ് നമുക്കവിടെ കാണാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളേവരും മിനിമം ഒരു മൊബൈൽ ഫോണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്ക് സാംസങ് മൊബൈൽസിനെ പറ്റി അഥവാ അത് നമ്മുടെ കയ്യിൽ എങ്ങനെ എത്തുന്നു എന്നതിനെ പറ്റി ചെറിയൊരു വിവരണം നോക്കാം. സാംസങ് എന്നതൊരു കൊറിയൻ കമ്പനിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. എന്നാൽ നമ്മളത് കൊറിയയിൽ നിന്നും ഡയറക്റ്റ് അല്ല വാങ്ങിക്കുന്നത്. ആ കൊറിയയിൽ നിന്നും അത് ഇന്ത്യയിലേക്ക് എത്താൻ ഒരു നാഷണൽ ലെവൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാകും. അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഇന്ത്യയെ 4 സോണുകളായി തിരിക്കുന്നു. നമുക്ക് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്ന് പറയാം. അവിടെ നിന്നും അത് ഡിസ്ട്രിക്ട് ലെവൽ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തെത്തുന്നു. അവിടെ നിന്നും റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്ക്, റീറ്റെയിലറിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക്. നമ്മുടെ കയ്യിൽ അത് എത്തുമ്പോൾ ഒരു 10,000 രൂപയാണ് മൊബൈലിന് വരുന്നതെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷന് 30 മുതൽ 35%, അതായത് 3,000 രൂപ മുതൽ 3,500 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. എന്നാൽ 6,500 രൂപ എന്നുള്ളത് ഈ ഇടനിലക്കാർക്ക് അവരുടെ ലാഭം എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരെയും കയ്യിൽ ലഭിക്കുന്നത്. എന്നാൽ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഈ ഇടനിലക്കാർ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുമായ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ആ 6,500 എന്നുള്ള ആ ഒരു എമൗണ്ട് നമ്മളെ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് അത് റെഫർ ചെയ്യുമ്പോൾ അവർക്ക് വരുമാനമായി നൽകുന്നു. ഇനി നമുക്ക് വിവിധിക്കാട്ടും ഒരു TLM കമ്പനിയും തമ്മിലുള്ള അല്ലെങ്കിൽ TLM രീതി ബിസിനസ്സുമായിട്ടുള്ള ഒരു താരതമ്യം ചെയ്യാം. നമ്മളിൽ പലരും പല ബിസിനസ്സുകളും ചെയ്ത ആളുകളായിരിക്കാം. അഥവാ നമ്മൾ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടാവും. ഏത് ബിസിനസ്സാണ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഒരു ഏരിയ നമുക്ക് സെലക്ട് ചെയ്യണം. ഒരു ഷോപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം. അത് നമ്മൾ റൂം കണ്ടുവെക്കുന്നു. അതിന് എഗ്രിമെൻ്റ് എഴുതുന്നതോടൊപ്പം നമുക്കൊരു ഷോപ്പിനൊരു അഡ്വാൻസ് എമൗണ്ട് ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അതിന് ഇൻറ്റീരിയർ, ഫ്ലോറിങ്, ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. റാക്ക്, സ്റ്റോക്ക്, എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ബിൽഡിങ്ങിനും കാര്യങ്ങളെല്ലാം
കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിൻ്റർ കാര്യങ്ങളെല്ലാം വേണ്ടി വരും. ലൈസൻസ് എടുക്കണം, അതിന് എക്സ്പെൻസുകളുണ്ട്. GST വേണം. ഇതെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വേണ്ട നമുക്കുള്ള എക്സ്പെൻസുകളാണ്. അതിന് പുറമെ ഓരോ മാസത്തിലും നമ്മൾ റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി ബില്ല് ഇവയെല്ലാം നമ്മൾ അഡീഷണലായിട്ട് ഓരോ മാസവും കാണേണ്ടതുമുണ്ട്. എന്നാൽ നമ്മളൊരു ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു MLM കമ്പനി, പ്രത്യേകിച്ച് നമ്മുടെ വിവിധി എന്ന കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള ഒരു എക്സ്പെൻസുകളും വരുന്നില്ല. എന്നാൽ ലക്ഷങ്ങളും കോടികളും മുടക്കി ചെയ്യുന്ന ഒരു TLM ബിസിനസ്സിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 50-50 ചാൻസസ് ആണ്. എന്നാൽ കേവലം ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വിജയ സാധ്യത 100%. അദ്ദേഹത്തിനൊരു പ്രൊഡക്റ്റ് കിട്ടി, ആ പ്രൊഡക്റ്റിനോടൊപ്പം ഒരു ബിസിനസ് അവസരം അദ്ദേഹം യൂസ് ചെയ്യുമ്പോൾ 100% സക്സസ്ഫുള്ളിലേക്ക് എത്തുന്നു. നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് www.vividhicard.com ഏതൊരു ബ്രൗസറിലും നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്ത ഓരോ വ്യക്തികൾക്കും ഒരു യൂസർ ID പാസ്വേഡും നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കമ്പനിയുടെ പ്രൊഡക്ട്സും കാര്യങ്ങളും കാറ്റഗറീസ് വൈസ് എല്ലാം കാണാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് ഇതിൽ നിന്നും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്? ബൈനറി സിസ്റ്റമാണ് നമ്മളിതിൻ്റെ ഇൻകം പ്ലാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഒരു നിശ്ചിത PV അതിൽ മെൻഷൻ ചെയ്തതായിട്ട് കാണാം. ഈ PV അടിസ്ഥാനത്തിലാണ് കമ്പനി വരുമാനം നൽകുന്നത്. 100 PV, 250 PV, 500 PV, 1000 PV, 2000 PV എന്നിവയാണ് ആ ഒരു കാറ്റഗറികൾ. 100 PVയുടെ മിനിമം പർച്ചേസ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും ഇതിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാം. 100 PVയുടെ ഒരു പെയർ ബിസിനസ്സിന് നമുക്ക് ലഭിക്കുന്ന ഇൻകം 100 രൂപ. 250 പെയറാണ് ഒരാഴ്ച നമുക്ക് വരുന്ന സീലിംഗ് എന്നുള്ളത്. സീലിംഗ് എമൗണ്ടായി 25,000 രൂപ നമുക്ക് 100 PVയുടെ ഒരു IDയിൽ ലഭിക്കുന്നു. അടുത്ത ഘട്ടം 250 PV ആണ്. പെയർ മാച്ച് എന്നുള്ളത് 250 രൂപയും സീലിംഗ് 62,500 രൂപയുമാണ്. അടുത്തത് 500 PV. ഒരു പെയർ ഓഫ് സെയിൽസിന് 500 രൂപയും സീലിംഗ് എന്നുള്ളത് 1,25,000 രൂപയുമാണ്. 1000 PV. പെയർ മാച്ച് 1000 രൂപയും സീലിംഗ് 2,50,000 രൂപയും. 2000 PV. ഒരു പെയർ 2000 രൂപയും സീലിംഗ് എന്നുള്ളത് 5 ലക്ഷം രൂപയുമാണ്. ഒരാഴ്ച 5 ലക്ഷം, ഒരു മാസം നമുക്ക് 20 ലക്ഷം രൂപ വരെ ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2000 PV ID ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു IDയുടെ ഡൗൺലൈൻസിൽ 1000 PVയുടെയും 500ൻ്റെയും 250ൻ്റെയും 100ൻ്റെയും PVയുടെ സെയിൽസ് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വരുമാനവും അതിൽ ലഭിക്കുന്നതാണ്. അതായത് ഒരാഴ്ച തന്നെ എല്ലാ സീലിംഗ് എമൗണ്ടും, അതായത് 25,000, 62,500, 1,4 ലക്ഷം, 2.5 ലക്ഷം, 5 ലക്ഷം ഇവയുടെ സമ്മപ്പായിട്ടുള്ള 9,62,500 രൂപ ഒരാഴ്ച തന്നെ ഏൺ ചെയ്യാനുള്ളൊരവസരം ഈ 2000 PVയുടെ ID ഉള്ള ഒരാൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ 1000 PVയിലേക്ക് വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന 500 PV, 250 PV, 100 PV എന്നിവയുടെ ബെനിഫിറ്റ് ലഭ്യമാവും. 500 PV ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളെ താഴെ വരുന്ന 250 PV, 100 PVയുടെയും ബെനിഫിറ്റുകൾ വരുന്നതാണ്. 250 PVയുടെ ID ഉള്ള ഒരാൾക്ക്
250ൻ്റെയും 100ൻ്റെയും PV ബേസിലുള്ള ബെനിഫിറ്റുകളാണ് ഉണ്ടാവുക. എന്നാൽ 100 PV ID ഉള്ള ഒരാൾക്ക് ആ ഒരു 100 PVയുടെ ID ബെനിഫിറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ കേവലം ചെറിയ ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് 100 PVയിൽ നിന്നും മറ്റുള്ള PVയിലേക്ക് ആ ഒരു വ്യക്തിക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മുടെ പേ ഔട്ടാണ്. നമ്മുടെ ബിസിനസ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്. ശനി മുതൽ വെള്ളി വരെ. ക്ലോസിംഗ് ഡേ വെള്ളിയാഴ്ചയാണ്. ശനി മുതൽ ബുധനാഴ്ചക്കുള്ളിലായിട്ട് നമ്മൾക്ക് എത്ര എമൗണ്ട് ആണോ ആ ഒരു ആഴ്ചത്തെ കമ്മീഷൻ ഉള്ളത് അത് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. കമ്പനിയിലൊരു റോയാലിറ്റി സിസ്റ്റമുണ്ട്. 1000 PV അല്ലെങ്കിൽ അതിന് മുകളിലുള്ള PVകളിലാണ് ഈ ഒരു ബെനിഫിറ്റ് വരുന്നത്. 250 പെയർ ബിസിനസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തുന്നതാണ്. അതിന് റോയാലിറ്റി ബോണസായിട്ട് 2300 രൂപ വീതം ലഭിക്കും. അടുത്തത് 500 പേർ ബിസിനസ് എത്തിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സ്റ്റാർ എക്സിക്യൂട്ടീവ് റാങ്കിലേക്ക് എത്തുകയും 2350 രൂപ അഡീഷണൽ ബോണസായിട്ട് ലഭിക്കുന്നു. 1000 പേരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ എക്സിക്യൂട്ടീവ് റോയൽറ്റി ബോണസ് എമൗണ്ട് 2400 രൂപ വീതം. മെഗാ സ്റ്റാർ എക്സിക്യൂട്ടീവ്, സൂപ്പർ മെഗാ സ്റ്റാർ എക്സിക്യൂട്ടീവ്, മില്യൺ സ്റ്റാർ എക്സിക്യൂട്ടീവ്, ബില്യൺ സ്റ്റാർ എക്സിക്യൂട്ടീവ്, ട്രില്യൺ സ്റ്റാർ എക്സിക്യൂട്ടീവ് എന്നിങ്ങനെ 8 റാങ്കുകളും 9ാമത്തെ റാങ്ക് സ്കൈ ട്രില്യൺ സ്റ്റാർ എക്സിക്യൂട്ടീവ്, അതായത് കമ്പനിയുടെ ടോപ്പ് മോസ്റ്റ് റാങ്ക് 1,00,000 പേർ. ആ ഒരു സിസ്റ്റത്തിലെത്തുന്ന അല്ലെങ്കിൽ ആ ഒരു റാങ്കിലെത്തുന്ന ആ ഒരു വ്യക്തിക്ക് 10,000 രൂപ വീതം റോയൽറ്റി ബോണസ് ലഭിക്കുന്നു. ഹൗസ് ഫണ്ട് അച്ചീവ്മെൻറ്റ്. നമ്മൾ ഏവർക്കും അറിയാം, ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു പണക്കാരൻ്റെയും വലിയൊരു സ്വപ്നമാണ് നല്ലൊരു വീട് എന്നുള്ളത്. ഈ ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ 1000-വും 2000 PVയുടെ ബിസിനസ്സുകൾ വന്നുകൊണ്ട് 10,000 പേർ അച്ചീവ് ആയിക്കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ഹൗസിംഗ് ഫണ്ടായിട്ട് കമ്പനി ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. 20,000 പേർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയും കൊടുക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം 10,000 പേരിന് 25 ലക്ഷം രൂപ അവർ ബെനിഫിറ്റ് കൈപ്പറ്റിയാൽ 20,000 പേരാവുന്ന സമയത്ത് 50 ലക്ഷം എന്നുള്ള ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതല്ല. അങ്ങനെ ഒരു വീട് എന്ന സ്വപ്നം എല്ലാവർക്കും യാഥാർത്ഥ്യമാകും. കോർപ്പറേറ്റ് ഇൻകം ഇത് എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുമുള്ളതാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 10% മാറ്റിവെക്കുകയും കമ്പനിയിൽ ആരെല്ലാം ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തു ID എൻ്റർ ചെയ്തുവോ അവർക്ക് തുല്യമായിട്ട് ഇത് വീതിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനിക്ക് 10 കോടി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 10%-മായ 1 കോടി രൂപ കമ്പനി ഈ ഒരു ഇൻകത്തിനായി മാറ്റിവെക്കുകയും ആ 1 കോടി രൂപ എത്ര ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നോക്കുകയും 10,000 ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവർക്ക് തുല്യമായി വീതിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1000 രൂപ വീതം ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളേവരും പല MLM പ്ലാനുകൾ കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവാം. ചെയ്യുന്ന സമയത്ത് ബന്ധത്തിൻ്റെ മുകളിൽ പ്രൊഡക്റ്റ് എടുക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവാം. അതായത് ഇന്ന ആൾ വന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഒന്നും പർച്ചേസ് ചെയ്യാതെ ഒഴിവാക്കുക എന്നുള്ളത് കാരണം കൊണ്ട് 1-2 പ്രൊഡക്റ്റുകൾ എടുക്കുകയും ഒരു ID അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം.
എന്നാൽ ഇവർ ഒരിക്കലും നിങ്ങളെ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂഷൻ തരികയില്ല. എന്നാൽ ഈ ഒരു സിസ്റ്റം അവരെ ആക്റ്റീവാക്കി എടുക്കാനുള്ളതാണ്. ബന്ധം കൊണ്ട് പ്രൊഡക്റ്റ് എടുത്തു, അവർക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ ആ ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന ആളുകൾ വരെ ആക്റ്റീവായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും കൂടെ വർക്കിന് വരുന്നതാണ്. അതിലൂടെ ബിസിനസ് കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. കമ്പനിയുടെ പ്രൈവസി പോളിസീസ് കാണാം. ഈ ഒരു പ്ലാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.